ഹായ് ഓൾ. സോഷ്യൽ വർക്ക് മേഖലയിൽ ഡിഗ്രി അല്ലെങ്കിൽ PG ഉള്ളവർക്ക് കേരള PSC യിൽ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പോസ്റ്റിലേക്കുള്ള എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അത് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആ ഒരു വേക്കൻസി വരുന്നത്. അപ്പോൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങളുടെ കേരള PSC പ്രൊഫൈലിൽ വന്നിട്ടുണ്ട്. അത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 4/12/2024. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ വർക്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PG ഉള്ളവർ, അതായത് MSW, BSW അല്ലെങ്കിൽ BA സോഷ്യൽ വർക്ക് അല്ലെങ്കിൽ MA സോഷ്യൽ വർക്ക് അങ്ങനെ പറയുന്ന ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാനുള്ള സുവർണാവസരം തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ളവർ വിട്ടുപോകരുത്. നമുക്കിതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക്, കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2. സ്കെയിൽ ഓഫ് പേ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്കെയിൽ ഓഫ് പേ ആണ്. 55,200 മുതൽ 1,15,300 വരെയുള്ള സ്കെയിൽ ഓഫ് പേ ആണ്. വേക്കൻസി പറഞ്ഞിരിക്കുന്നത് 1 അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി, അതായത് പ്രതീക്ഷിക്കുന്ന വേക്കൻസീസ്. അത് കറക്റ്റ് നമ്പർ ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്തായാലും വേക്കൻസീസ് കൂടാനേ സാധ്യതയുള്ളൂ. 1 ഒന്നും ആയിരിക്കത്തില്ല, അതിലും കൂടിയൊരു വേക്കൻസി ആയിരിക്കും നമുക്കവിടെ വരുന്നത്. ഇവിടെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയുള്ള ഏജ് ലിമിറ്റാണ്. പിന്നീട് മറ്റ് റിസർവേഷൻ ഉള്ളവർക്ക് 3 to 5 ഏജ് റിലാക്സേഷൻ, 3 to 5 ഇയേഴ്സ് ഓഫ് ഏജ് റിലാക്സേഷനും നമുക്കവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഏജ് ലിമിറ്റിൻ്റെ കാര്യവും നോക്കുക. പിന്നീട് നമുക്ക് ക്വാളിഫിക്കേഷൻസ്, ഇവർ പറയുന്ന ക്വാളിഫിക്കേഷൻസ് ഇതൊക്കെയാണ്. ആദ്യത്തേത് പറയുന്നത് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡിഗ്രി ഇൻ സോഷ്യൽ വർക്കിൽ ഉള്ള ഡിഗ്രി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BSW ആവാം, അല്ലെങ്കിൽ BA ആവാം, BA ഇൻ സോഷ്യൽ വർക്ക് ആവാം. അങ്ങനെ സോഷ്യൽ വർക്ക് ഇതിലുള്ള ഡിഗ്രി, അതല്ലെങ്കിൽ പറയുന്നത് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ, ഏത് ഡിസിപ്ലിൻ ആയാലും കുഴപ്പമില്ല, പക്ഷെ അവിടെ എന്ത് വേണം, വിത്ത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ഓഫ് എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. PG എന്തിലായിരിക്കണം? സോഷ്യൽ വർക്കിലായിരിക്കണം. അപ്പോൾ അതാണ് രണ്ടാമത് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ. ഏത് ഡിഗ്രി ആയാലും കുഴപ്പമില്ല, പക്ഷേ PG എന്തിലായിരിക്കണം? സോഷ്യൽ വർക്കിലായിരിക്കണം. അതുപോലെ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സോഷ്യൽ വർക്ക് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, അത് PG തന്നെയാണ് പറയുന്നത്. PG ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ, നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അടുത്തത് എബിലിറ്റി ടു റീഡ് ആൻഡ് റൈറ്റ് മലയാളം നമുക്ക് എഴുതാനും വായിക്കാനും മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ, ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് പറയാനുള്ളത്, ലാസ്റ്റ് ടൈം ഈ എക്സാം നടത്തിയപ്പോൾ ഇക്വലൻ്റായിട്ട് ഏതൊക്കെയായിരുന്നു ക്വാളിഫിക്കേഷൻ, ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ ഏതൊക്കെ ഇക്വലൻ്റായിട്ട് ഇവർ PSC അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതായത് BA സോഷ്യൽ വർക്കിന് ഇക്വലൻ്റോ ഹയറോ ആയിട്ടോ ഉള്ള ക്വാളിഫിക്കേഷൻസ് MSW ആണ്. ഓക്കെ, MSW പല സ്പെഷ്യലൈസേഷനിൽ, മെഡിക്കൽ ആൻഡ് സൈക്യാട്രിക് സോഷ്യൽ വർക്ക്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, റൂറൽ ആൻഡ് അർബൻ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ പറയുന്ന ഈ സ്ട്രീമിലൊക്കെ സ്പെഷ്യലൈസേഷനുള്ള MSWക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുപോലെ MA സോഷ്യൽ വർക്കിന് ഇക്വലൻ്റായിട്ടോ ഹയറായിട്ടോ ആണ് MSW ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ സ്പെഷ്യലൈസേഷൻ MSW ഉള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ടൈമിൽ ഇക്വലൻ്റായിട്ടും ഹയറായിട്ടും എടുത്ത ക്വാളിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ്. അടുത്തായിട്ട് ഈ ഒരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു എക്സാമിന് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഫ്രീ ലൈവ് വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഫ്രീ ലൈവ് വെബിനാറിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് അവിടെ ഒരു സിലബസ് ഡിസ്കഷൻ നടക്കും. നമുക്ക് ഈ സിലബസ് വന്നിട്ടില്ല നിലവിൽ, എക്സാമിൻ്റെ ആ ഒരു സമയമാകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ സിലബസ് വരത്തുള്ളൂ. പക്ഷേ ആ ഒരു സമയത്തേക്കിന് നിങ്ങൾ പ്രിപ്പറേഷൻസ്, സിലബസ് വന്നിട്ട്, അത് എക്സാമിന് ഒരു 3 മാസം മുന്നേ ആയിരിക്കും ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത്, എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത്. ആ ഒരു സമയത്തായിരിക്കും സിലബസ് വരുന്നത്. നമുക്ക് അതുവരെ എന്തായാലും വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്കൊരു ടെൻറ്റേറ്റീവ് സിലബസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പല പോസ്റ്റുകളുണ്ട്, നേരത്തെ എക്സാം വിളിച്ചിട്ടുള്ള പല പോസ്റ്റുകളുമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സിലബസ് എടുത്തിട്ട് നമുക്കൊരു ടെൻറ്റേറ്റീവ് സിലബസ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ടെൻറ്റേറ്റീവ് സിലബസിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിച്ചാൽ ഓൾമോസ്റ്റ് ആ ഒരു സിലബസ് തന്നെ ആയിരിക്കും. പിന്നെ ആ ഒരു വെയിറ്റേജിൻ്റെ കാര്യത്തിലൊക്കെ ഒരു വ്യത്യാസം വരാൻ സാധ്യതയുള്ളൂ. അതായത് ഓരോ മോഡ്യൂളിനും എത്ര മാർക്കിൻ്റെ വെയിറ്റേജ് ആണെന്നുള്ളത് PSC ഇപ്പം ക്ലിയർ ആയിട്ട് പുറത്തു വിടുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ചെറിയ വ്യത്യാസം വരാനേ സാധ്യതയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ടെൻറ്റേറ്റീവ് സിലബസ് വെച്ചിട്ട് വേണം നമ്മുടെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. ആ ഒരു സിലബസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും, നമ്മുടെ സബ്ജക്ട് എക്സ്പെർട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് സ്റ്റഡി സ്ട്രാറ്റജി, ഏതൊരു എക്സാമിന് നമുക്കൊരു സ്റ്റഡി സ്ട്രാറ്റജി വേണം, എങ്ങനെ പഠിക്കണം, ഏത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള എന്താണ് ഒരു ഐഡിയ ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ പഠിക്കാൻ. ഒരു സ്റ്റഡി പ്ലാനോട് കൂടി അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിയോട് കൂടി പ്രിപ്പയർ ചെയ്താലേ നമുക്ക് എക്സാം, പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റഡി സ്ട്രാറ്റജി അവർ ഡിസ്കസ് ചെയ്യും. അതിൻ്റെ പോസ്റ്റിനെ പറ്റി ജനറൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അവിടെ നമ്മൾ പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അവിടെ ചോദിക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ സമയം എന്ന് പറയുന്നത് 25
11/2024 ഈ വരുന്ന 25-നാണ് നമ്മൾ ആ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ വെബിനാറിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വെബിനാർ യൂസ്ഫുൾ ആക്കാൻ ശ്രമിക്കുക നിങ്ങൾ. പിന്നീട് നമ്മുടെ റീസെൻ്റ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ എക്സാംസിന് റീസെൻ്റ് ആയിട്ടുള്ള എക്സാംസിനൊക്കെ നമുക്ക് ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക് പോലുള്ള റാങ്കുകളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അത് ഓൺലൈൻ ക്ലാസ്, ലൈവ് ക്ലാസ്സുകളുടെ റെക്കോർഡഡ് ക്ലാസ്സുകളും പിന്നെ ക്ലാസ് ടെസ്റ്റുകൾ, മോഡൽ ടെസ്റ്റുകൾ, മോഡ്യൂൾ ടെസ്റ്റുകൾ, അങ്ങനെ പറയുന്നൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടായിരിക്കും. നിങ്ങൾക്കൊരു മെൻറ്റർഷിപ്പ് കാണും, ഒരു മെൻറ്റർ കാണും. ആ മെൻറ്ററായിരിക്കും നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നിങ്ങൾ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി നമ്മളൊരു മെൻറ്ററിനെ വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കാണും, ഒരു ഓപ്പൺ വാട്സപ്പ് ഗ്രൂപ്പാണ്. ഈ ഒരു കോഴ്സ് എടുക്കുന്നവർക്ക് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസ്കഷൻസ് ഒക്കെ അവിടെ കൊണ്ടുവരാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പും തന്നിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രീമിയം ബാച്ചായിട്ടായിരിക്കും നമ്മൾ വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സുകളെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്കും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു നേരത്തെ പറഞ്ഞ ക്വാളിഫിക്കേഷനുള്ള എല്ലാവരും ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സെയിം സിലബസിലെ മറ്റ് എക്സാമുകളും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ നിങ്ങൾ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗുണമുണ്ടാവും. അപ്പോൾ എന്തായാലും ഒരു ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ എക്സാം മിസ്സാക്കരുത്, നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നേരുന്നു. താങ്ക് യു.